ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മധുരമുള്ള റെസിപ്പിയാണ്, നമ്മുടെ മധുരമുള്ള അവൽ മിക്സ്ചർ. അപ്പോൾ ഈ രീതിയിൽ അവൽ മിക്സ്ചർ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് മാത്രമല്ല ഉണ്ടാക്കി വെച്ചോളൂ. പാത്രം എപ്പോൾ തീർന്നു എന്ന് ഉണ്ടാക്കി വെച്ചു പാത്രം തീരില്ല, അവല് തീരും. ഉണ്ടാക്കി വെച്ചോളൂ, പാത്രം എപ്പോൾ കാലിയായി നോക്കിയാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ പാത്രം കാലിയായി കിട്ടും. ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 1 മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറാണ്. പക്ഷെ അധികം കാലത്തേക്ക് വീട്ടിലിരിക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് വേഗം തന്നെ തീർന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാക്കി വെച്ചോളൂ, പാത്രം കാലിയാവുന്നത് അറിയില്ല എന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ മധുരമുള്ള അവൽ മിക്സ്ചർ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 100 ഗ്രാം അവലെടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് 100 ഗ്രാം അവലെടുത്തിട്ടുള്ളത്. ഇത് വൈറ്റ് അവൽ തന്നെ എടുക്കുകയാണ് കേട്ടോ നല്ലത്. നമ്മുടെ മട്ട അവലിനേക്കാളും കൂടുതൽ നല്ലത് വൈറ്റ് അവലാണ്. പിന്നെ ഒരു 75 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 100 ഗ്രാം കപ്പലണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ 100 ഗ്രാം കപ്പലണ്ടി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ ഒരു 5 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർക്കുക. പിന്നെ വേണ്ടത് 2 ഏലക്ക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പോൾ നന്നായിട്ട് മധുരം ഉണ്ടാവും. മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മിക്സ് ആയി വരാൻ ടൈം കൂടുതലെടുക്കും. പഞ്ചസാര മെൽറ്റായി വരാൻ ടൈം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് പഞ്ചസാര പൊടിച്ച് ചേർക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊട്ടുകടല ചേർക്കാം, അതുപോലെ തന്നെ ബദാം ചേർക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഡ്രൈ നട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബേസിക് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും ഏലക്കയും ചേർത്താണ് ഞാൻ പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തുറക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏലക്കയുടെ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ തുറക്കുന്നുള്ളൂ. നിങ്ങൾ ആദ്യം പഞ്ചസാര പൊടിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും നമ്മുടെ അവൽ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ ഒഴികെയുള്ള വെജിറ്റബിൾ ഓയിൽ ഏതിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചധികം ഓയിൽ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ വെച്ചിട്ടില്ല, എങ്കിലും നമ്മുടെ പാനിൻ്റെ അടിഭാഗത്ത് ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ ചേർക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഈ ഓയിലിൽ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു 2 or 3 ബാച്ചായിട്ട് നമ്മുടെ അവൽ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇതുപോലെ അവലിട്ട് കൊടുക്കുക. അവലൊന്ന് ക്രിസ്പി ആയി വരണം, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. വേഗം തന്നെ ക്രിസ്പി ആയി വരും. സൗണ്ടും അവലിൻ്റെ ടെക്സ്ചറും എല്ലാം മാറി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇത്രയും സമയം മതി നമുക്ക് അവൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ 2-3 ബാച്ചായിട്ട് അവൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതൊരു ടിഷ്യൂലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവലിലുള്ള എണ്ണ ഒന്ന് മാറി കിട്ടാനാണ് നമ്മൾ ടിഷ്യൂലേക്ക് മാറ്റി വയ്ക്കുന്നത്. പിന്നെ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വലിയ ബർണറിൽ വെക്കരുത്. വലിയ ബർണറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഈ മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുപോലെ നമുക്ക് 2-3 ബാച്ചായിട്ട് നമ്മുടെ അവൽ മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. അവൽ ഫ്രൈ ചെയ്താലേ കറക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ക്രിസ്പി ആയാലല്ലേ നമ്മുടെ മിക്സ്ചറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു പിടിയായിട്ടാണ് ഞാൻ അവലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും എണ്ണ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഒരു പിടിയായിട്ട് ഇടാൻ പറ്റുള്ളൂ. കൂടുതൽ എണ്ണ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കാവുന്ന മിക്സ്ചറാണ് കേട്ടോ. ഓരോ പ്രോസസ്സും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ അവലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ, വലിയ ക്വാണ്ടിറ്റി ആയിട്ട് കൂടുതൽ എണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. എണ്ണ ഒന്ന് ഇതുപോലെ പോകുന്നത് വരെ പിടിച്ചിട്ട് നമുക്ക് ഒരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കിയിരിക്കുന്ന അവലും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 100 ഗ്രാം അവലെടുത്തിട്ട് ഒരു 4 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾ അവിലെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഓയിൽ കൂടുതൽ വെക്കേണ്ടി വരും. പിന്നെ നമ്മുടെ മട്ട അവിലാണെങ്കിൽ ഇതിലും കൂടുതൽ സമയം എടുക്കും മൊരിഞ്ഞ് വരാനായിട്ട്. വൈറ്റ് അവിലാവുമ്പോഴാണ് ഇതുപോലെ സമയം കുറച്ചെടുക്കുന്നത്. പിന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അവിലെടുക്കുക, അധികം കട്ടിയില്ലാത്ത അവിലെടുക്കുക. അപ്പോഴാണ് നമ്മുടെ അവിൽ മിക്സ്ചറിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. കട്ടിയുള്ള അവിലാകുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. പിന്നെ നമുക്ക് ഓയിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയുടെ ചൂട് കറക്റ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ അവിലിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അവിൽ എണ്ണ വലിച്ചെടുക്കും. ഇനി നമുക്ക് വീണ്ടും കുറച്ച് ഓയിൽ ഒഴിക്കേണ്ടി വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പലണ്ടിയും കാഷ്യൂനട്ടും ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിലും ഫ്രൈ ചെയ്തിട്ട് തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ അവൽ മിക്സ്ചർ അധിക ദിവസം വയ്ക്കാൻ പറ്റില്ല. 1-2 ദിവസം കൊണ്ട് തന്നെ മോശമായിപ്പോവും. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ ഇരുന്നോളും. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത് അത്രയും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിലും കുറച്ച് മതി. ഇപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേർത്ത് അത്രയും ഓയിൽ ഒഴിച്ചിട്ടില്ല, അതിലും കുറവാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർക്കാം. കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കപ്പലണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കപ്പലണ്ടി യൂസ് ചെയ്താലും മതി. കപ്പലണ്ടി ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഈ ഫ്രൈയിങ് മാത്രമേ നമ്മുടെ ഈ മിക്സ്ചറിൽ കുറച്ച് സമയം എടുക്കുന്ന കാര്യമുള്ളൂ. ബാക്കി ഉള്ളതെല്ലാം എന്ന് പറയാനില്ല, ബാക്കി എല്ലാം വളരെ ഈസിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ നമുക്ക്. ആ മിക്സിങ് വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു 2-3 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാൻ. കപ്പലണ്ടി റോസ്റ്റ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മുളകിട്ട കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുള്ളൂ നമ്മുടെ അവൽ മിക്സ്ചറിന്. എൻ്റെ കയ്യിൽ മുളകിട്ട കപ്പലണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. കപ്പലണ്ടിയുടെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ മിക്സ്ചറിൽ. കപ്പലണ്ടിയൊക്കെ തൊലിയോടുകൂടി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ കപ്പലണ്ടിയും പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ അവൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കപ്പലണ്ടിയൊക്കെ മാറ്റുമ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്. കപ്പലണ്ടിയിലുള്ള എണ്ണ മാറ്റേണ്ടതാണ്, അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചിടരുതെന്ന് പറയുന്നത്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പും ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എരിവുള്ള കപ്പലണ്ടി വറുത്തത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മിക്സ്ചറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എരിവൊന്നും ചേർക്കുന്നില്ല. ഞാൻ എരിവുള്ള കപ്പലണ്ടി ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് മിക്സ്ചറിൽ കറിവേപ്പില താല്പര്യമുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഞാൻ കറിവേപ്പില ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ വേറെ പ്ലേറ്റിലേക്കാണ് മാറ്റി വയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് നമ്മുടെ കാഷ്യൂനട്ടാണ്. നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കറിവേപ്പില ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ എണ്ണയിൽ തന്നെ കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് സമയം എടുക്കുന്നത്. എണ്ണ കൂടുതലാണെങ്കിൽ നമുക്ക് വേഗം ഫ്രൈ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. കപ്പലണ്ടി കാഷ്യൂനട്ട് ഒരുപാട് കളർ മാറിപ്പോവണ്ട. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ ഇതാ എണ്ണയിൽ നിന്ന് മാറ്റാണ്. അപ്പോൾ നമ്മുടെ എണ്ണ അധികം വേസ്റ്റ് ആയി പോയില്ലല്ലോ, ബാക്കി കുറച്ചല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രൈയിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ അവൽ ക്രിസ്പി ആയ സൗണ്ടാണിത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രം എടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ അവൽ മിക്സ്ചർ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ കപ്പലണ്ടിയും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇത് ചൂട് മാറിയിട്ട് മാത്രം നമ്മളെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആകെ എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന്
ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കിയല്ല, ഇങ്ങനെ പാത്രം പാത്രം ഇതുപോലെ കാണിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ കാണിക്കണതിന് പറയുന്നത് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരി ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡ്രൈ നട്ട്സ് എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമുക്ക് മധുരം ഒന്ന് നോക്കാം. മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള അവൽ മിക്സ്ചർ റെഡി ആയി കഴിഞ്ഞു. ഞാനൊന്ന് മധുരം ചെക്ക് ചെയ്യട്ടെ. നല്ല ക്രിസ്പിയാണ്, ആവശ്യത്തിന് മധുരമുണ്ട്. ഇത്രയും മതി. ക്രിസ്പിയാണോ ഞാൻ കൂടി നോക്കട്ടെ, അറിയണമല്ലോ. ഇപ്പോൾ നമ്മുടെ അവൽ മിക്സ്ചർ ഇതാ ക്രിസ്പിയാണ്, സത്യമാണ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയുണ്ട്? വളരെ ഈസി അല്ലേ? നവരാത്രി സ്പെഷ്യലായിട്ട് നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കപ്പലണ്ടിയൊക്കെ ചൂട് മാറി വരുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കപ്പലണ്ടിയൊക്കെ സോഫ്റ്റ് ആണ്. അത് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ അവല് നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ തന്നെ. ചൂട് മാറി വന്നാൽ അവല് തണുത്തു പോവില്ല. അവല് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തോണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ ചാനലിൻ്റെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഇനിയും സംസാരിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ഈ അവൽ മിക്സ്ചർ ഇപ്പോൾ തന്നെ തീരും, അധികം സമയം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഈ അവൽ ഓയിലിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഡൗട്ടും വേണ്ട, വളരെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ എന്താ വെച്ചാൽ മധുരം ചേർക്കുമ്പോൾ ഓവറായി പോകരുതെന്ന് മാത്രം. മധുരം കറക്റ്റ് പാകത്തിന് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം. മധുരം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.